മച്ചാമാരെ ഒരുപാട് പ്രോബായിട്ടുള്ള മൊമെൻ്റ് ആട്ടത്. കേരളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്നത്തേക്ക് 35 ദിവസത്തിൻ്റെ അടുത്തായി. അപ്പം 10 മണിയോളെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടെ. ഞാൻ കുളിച്ച് ഫ്രഷായി ഇപ്പോൾ ആ പമ്പിൽ നിന്ന് ഇറങ്ങി. ഇനി ഇവിടുന്ന് 30-32 കിലോമീറ്റർ അടുത്ത കന്യാകുമാരിക്കുള്ളൂ. ഇപ്പോൾ സമയം 6 മണിയായിട്ടുള്ളൂ. ഉച്ചയ്ക്ക് 4 മണി 5 മണിക്ക് വരുന്നത് 4 മണി 5 മണിക്കുള്ളിൽ എത്തണം അങ്ങോട്ട്. അപ്പോഴാണ് ഇന്ന് സൺസെറ്റും ഒക്കെ കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് നാളെ തിരിക്കാനുള്ള പരിപാടി കന്യാകുമാരി തിരിച്ച്. അപ്പോഴാണ് ട്രെയിനിങ്ങാണെന്ന് അറിയില്ല, നോക്കിയിട്ട് അതുപോലെ ചെയ്യാന്ന് വെച്ചിട്ടാണ്. ഓണ്ടില്ലേ സൈഡിൽ എന്തോ കെട്ടിയ വെള്ളം കെട്ടിയതൊക്കെ കാണുന്നുണ്ട്. വെള്ളം എന്താണെന്നുണ്ട്. പിന്നെ സൈഡിൽ ഇരിക്കാനൊന്നും സ്ഥലമില്ല. ഭാഗ്യമായി ഇന്നലെ ഈ കൂട്ട് വരാണ്ടിരുന്നു. വന്ന കോമഡി ഞാൻ എവിടെ കിടക്കായിരുന്നു. ഞാൻ ഇന്നലെ വീണ്ടും ഇറങ്ങി നടക്കാമെന്ന് വെച്ചതാ. പക്ഷെ വന്നീ കോമഡി ചെയ്യാനെ ില്ലേ കുഞ്ഞ് മരങ്ങൾ താഴ്ന്നിട്ട് ദ്വീപ് പോലെയൊക്കെ നല്ല രസമുണ്ടോളാണ്. നൈസായത്. വെയിലില്ലേ, അതാ സമാധാനം. മരങ്ങൾ നിറച്ചുകൊണ്ടോ അവിടെ കുറച്ച് സമാധാനമുണ്ട്. കുഴപ്പമില്ലാണ്ട് കൊണ്ടുപോകും. വരെ ഇപ്പോൾ സമയം 10 മണി 10:30 ആറായി. 6 മണിക്ക് ഇറങ്ങിയതാ. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെ നടക്കന്നെയാ. ഇപ്പം ഏകദേശം ഒരു 13 കിലോമീറ്റർ അടുത്ത് നടന്നു. 13 കിലോമീറ്റർ അടുത്ത് നടന്നു. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ എത്രയാ 18 കിലോമീറ്റർ അങ്ങോട്ട് ഇല്ലേ തകച്ച്. 17-16 കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ട് നാട്. 10 മണിയായി. ഒരു ഉച്ച കഴിയുമ്പോഴേക്കും എത്തുന്നു പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ചായ കിട്ടുകയാണെങ്കിൽ ഉപകാരവും. കൂടെ ആരില്ലാത്ത കാരണം ഇവിടെ ഇരിക്കാൻ തോന്നണില്ല. പിന്നെ ഒന്നാമത് ഇങ്ങനത്തെ റോഡ് മാത്രമല്ല ഇവിടെ. ഒരു ഹൈവേ റോഡ്, സ്ട്രേറ്റ് റോഡ് കന്യാകുമാരിക്ക്. എവിടെ ഇരിക്കാൻ തോന്നണില്ല. ഇങ്ങനെ പിടിച്ച ഇങ്ങനെ ഇവിടെ നടക്കാം. വേറൊരു ഇത് തോന്നണില്ല. എന്തായാലും ഉച്ച കഴിയുമ്പോഴേക്കും ഞാൻ ഇവിടെ എത്തും മിക്കവാറും. നാളെ രാവിലെ ഞാൻ സൺറൈസ് കൊണ്ട് 10 മണിയൊക്കെ ട്രെയിന് പോകും തിരിച്ച്. അപ്പം മച്ചാമാരെ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താറായിട്ടാ. ഇനി ഇവിടുന്ന് 9 കിലോമീറ്റർ ഉള്ളൂ. 9 കിലോമീറ്റർ. കന്യാകുമാരി 9 കിലോമീറ്റർ. മൊത്തം മണി ഇതാട്ട മനക്കൊടി ബ്രിഡ്ജ്. നൈസ് ബ്രിഡ്ജാ. വെയില് നല്ല വെയിലായി. നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല വെയിലായി. ബാക്ക് വാട്ടർ ആട്ടോ. ഇതുപോലെ അപ്പുറത്ത് കടലും കയ്യിലും താമസമുണ്ട്. മറ്റേ പിന്നെ ചാകണം ഒരു മിനിറ്റ്. ഒരു രക്ഷയില്ല നോക്കി. ഒരു രക്ഷയില്ല കേട്ടോ.
കട്ടലൊക്കെ നോക്കി തീരന്നെ. കണ്ടില്ലേ ബ്രിഡ്ജ്? ഇനി 9 കിലോമീറ്റർ ഉള്ളൂ, ഞാൻ എത്താറായി. വെയിലിട്ടോ, നല്ല വെയില. മാൻഗ്രൂവ് പോസ്റ്റാട്ടോ മൊത്തം. നടന്ന് കുറച്ച് നീങ്ങിയിട്ട് കണ്ടില്ലേ ആ വെള്ളത്തിൽ ആ സ്ഥലം കണ്ട നല്ല രസമുണ്ട്. വൈബ് സ്പോട്ട് തന്നെയാ. മച്ചമ്മ നമ്മളെ കന്യാകുമാരി അടുത്തെത്തിട്ടോ. അപ്പോൾ കോവളെത്തി. ഞാൻ അടുത്താണ് കന്യാകുമാരി എന്ന് പറയുന്നത്. കോവളത്തിനടുത്ത് തന്നെയാണ് ബീച്ച്. വെള്ളം തീർന്നു. കാലി ഒരു കടയും കാണാനും വെള്ളം വാങ്ങാൻ വേണ്ടിയിട്ട്. മച്ചന്മാർ തല കോവളം. ഇവിടുന്ന് നമ്മൾ ഇപ്പം നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ബീച്ചിനോടേക്ക് നാളേക്കുള്ള ട്രെയിൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ബീച്ചിനോടേക്ക് പോകാൻ പരിപാടി. അപ്പോൾ നേരെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് വഴിയുണ്ട്. 3.7 കിലോമീറ്റർ കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനാണ്. അവിടേക്ക് പിന്നെ വേറെ 2 പിള്ളേർ ഇവിടെ എത്തിയിട്ടുണ്ട് നടന്ന് തന്നെ. അപ്പോൾ അവന്മാരെ കാണണം. അവന്മാർ നമ്മൾ കൊല്ലത്ത് വെച്ച് കണ്ടതാണ്. ഇന്ന് ഇവിടെ വെച്ചിട്ട് വീണ്ടും മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. അവന്മാർക്ക് 2 മണിക്കാണ് ട്രെയിൻ. ഇപ്പോൾ 1 മണി അതിന് മുമ്പ് നമ്മൾ എത്തുന്നത് ചോദിക്കുന്നു. സ്ട്രേറ്റ് പോയില്ലെന്ന് കഴിഞ്ഞാൽ മതി. നമ്മൾ കൂടെ നിന്ന് തിരിയാ കേട്ടോ. ഇതിൽ കൂടെ പോയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. വഴി കണ്ട കാട്ടിനുള്ളിൽ കൂടെയൊക്കെയാണ് വഴി. ടിക്കറ്റ് ഇപ്പോൾ കൺഫേം ആക്കിയില്ലെങ്കിൽ നാളെ പെട്ടുപോയി. എന്താ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. നാളെ നമുക്ക് ഇവിടുന്ന് പോകണ്ടേ. നാളെ എത്ര മണിക്കാണ് ട്രെയിൻ അറിയണം. ഇങ്ങനെ ട്രെയിൻ അറിയണം. മച്ചവരെ ഞാൻ പറഞ്ഞില്ലേ അവരെ കിട്ടിയിട്ടുണ്ട് പിള്ളേര്. അപ്പോൾ ഇവരുടെ കാണുന്ന ഉച്ചത്തെ ഫുഡ് എനിക്ക് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? അല്ല, അതാണ് ഫീല്. ഇവര് ഇന്ന് തിരിച്ചു പോകും. കുറച്ച് 2 മണി ട്രെയിനെ തിരിക്കും. ഞാൻ നമുക്ക് നാളെ തിരിക്കുള്ളൂ. എന്തായാലും ഇവരെ നമുക്ക് യാത്ര ആക്കിയിട്ട് വരാം. ഇപ്പോൾ മര ട്രെയിൻ കയറി കിട്ടും. ഇപ്പോൾ നമ്മൾ തിരിച്ച് ഇനി വിവേകാനന്ദ പാറ റോക്കെ പോകണം. പാറ ഇത് കാണാൻ പോകണം. പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകണം. അതിനുള്ള പോകാണ്. നാളെയും മറ്റന്നാളോടെ ലോക്ക്ഡൗൺ ആണെന്ന് പറഞ്ഞേ. ഇന്ന് തന്നെ എല്ലാം കണ്ടു തീർക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ മൊത്തം ചേർന്ന് കറങ്ങാം രാത്രി വരെ. സൺസെറ്റ് കാണാൻ രാവിലെ പോവാം. അച്ഛന്മാരെ കണ്ടില്ലേ? നൈസ് സ്പോട്ടാണ് കേട്ടോ. അച്ഛന്മാർ കേട്ടോ സൺ വ്യൂ മറ്റേ സൺറൈസ് പോയിന്റ്. പക്ഷേ നാളെ ലോക്ക്ഡൗൺ ആയി നമുക്ക് സൺറൈസിങ് കാണാൻ പറ്റില്ല എന്നുകൊണ്ട് ഇന്ന് സൺസെറ്റ് കന്തലും കാണിക്കും. നാളത്തെ അവസ്ഥ പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോകാട്ടോ.
ഭക്ഷണം കഴിച്ചു. പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കഴിച്ചു. അപ്പോൾ അവർ തന്നെ 200 രൂപ വന്നു. എന്തായാലും പൈസ വേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് പൈസ വന്നു. 200 രൂപ വന്നു. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ അങ്ങനെ പോവാം. 50 രൂപ ടിക്കറ്റിന് അല്ലേ? ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് കൗണ്ടർ. ഇതൊന്നല്ല, ഈ സമയത്ത് ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ കൊറോണ കാരണം ഇവിടെ നിൽക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടില്ല. അത്രയ്ക്ക് തിങ്ങിട്ട് ഇങ്ങനെ കറങ്ങി അതൊക്കെ ഓപ്പൺ ആയിരിക്കും. കറങ്ങി തിങ്ങിയിട്ടൊക്കെ വേണം വരണമെങ്കിൽ വഴി. ടിക്കറ്റ് എടുത്തു പോവാ. ഞാൻ 2 വട്ടം വന്നിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് 10th പഠിക്കുമ്പോൾ. പിന്നെ അത് 2 സ്ഥലം വന്നിട്ടുണ്ട്. ഇവിടെ ഇതിങ്ങനെ പോയിട്ട് അത് തുറക്കാം. ഇങ്ങനെ ഇറങ്ങി സ്ഥലം ഉണ്ടാവില്ല നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടൈറ്റ് ആയിരിക്കും ഉള്ളു. നിൽക്കാൻ ഗ്യാപ്പ് ഉണ്ടാവില്ല. ഇപ്പോൾ തീരെ ആൾക്കാരില്ല എന്നെന്താ പറയാം. ഞങ്ങളിവിടെ സ്ഥലത്ത് ഒന്നിരിക്കും, ഇങ്ങനെ ഇരിക്കും. പിന്നെ 5 മിനിറ്റ് ഞാൻ വേണ്ടി തടത്ത് വിട്ടുള്ളൂ. അത് വെയിറ്റ് ചെയ്ത് നിൽക്കൂടെ. കണ്ടില്ലേ? ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ആൾക്കാർ സ്ഥലമാട്ടോ. പിന്നെ കാര്യം പറയാൻ പറഞ്ഞു, എൻ്റെ ഇതിലെ ഏറ്റവും പ്രോബ് മൂവ്മെൻ്റാണിത്. കാസർഗോഡ് നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കാൽനട യാത്ര. ഇപ്പോൾ എത്ര 12 ജില്ലകൾ, പാലക്കാടും പത്തനംതിട്ട ഒഴിച്ച് 12 ജില്ലകൾ കയറിയിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിലെ, ഇന്ത്യയുടെ ലാസ്റ്റ് അറ്റായ തമിഴ്നാട്ടിലാണ് നിൽക്കണം. കന്യാകുമാരി. ആ ഫീൽ ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ഫീലാട്ടോ. പോട്ട് കപ്പിത്താനോട് കയറിയിരിക്കാൻ പറ്റണോ? ലൈഫ് ജാക്കറ്റ് കയറണം. കയറി ഇവിടുന്ന് 50 രൂപ ടിക്കറ്റ്. ഇപ്പോൾ പോകാറായിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. നിറച്ച ആൾക്കാരുടെ വീട്ടിൽ ലൈഫ് ജാക്കറ്റ് കിട്ടുന്നുണ്ട്. കുറച്ച് നേരം ഇപ്പോഴാണ് ബോട്ട് എടുത്തേ. കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോഴാണ് ബോട്ട് എടുത്തേ. ഇനി എന്നെത്താന്ന് ഒരു ഐഡിയ ഇല്ല. ബോട്ട് എടുത്തിട്ടില്ല ഇപ്പോൾ. നമ്മൾ വന്ന് ആ ബോട്ടിലാട്ടോ. അവിടെ നിന്നാ വന്നേ. നമ്മളത് ഇറങ്ങി നിങ്ങൾ പോവാ. ഇനി ഒരു ടിക്കറ്റിൻ്റെ 20 രൂപ. ഇനി പറഞ്ഞ ടിക്കറ്റൊക്കെ എടുത്തോണം പോകണം. ഒന്ന്
ടിക്കറ്റ് കിട്ടി. കാരണം ഡേ കയറാൻ പോവാണ്. ചെരുപ്പൊക്കെ വരുന്നു കേട്ടോ. എന്താണ് എൻട്രൻസ്? ചെരുപ്പിടാണ് നടക്കാൻ പറ്റുന്നില്ലേ, കാലിലൊക്കെ തഴമ്പ് പോലത്തേതായിട്ട്. ഒരുപാട് പ്രോബായിട്ടുള്ള മൂമെന്റ് ആട്ടത്. കേരളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്നത്തേക്ക് 35 ദിവസത്തിൻ്റെ അടുത്തായി. ഞാൻ ഇപ്പം നിൽക്കുന്നത് കന്യാകുമാരി, നേരത്തെ പറഞ്ഞില്ലേ കന്യാകുമാരിയിൽ. ഒന്നും പറഞ്ഞറിയാൻ പറ്റാത്ത ഫീലാണ് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ. 1300 അടുത്ത് കിലോമീറ്റർ നടന്നു. കുറേ കളിയാക്കൽ കേട്ടിട്ടുണ്ട്, കുറേ പുച്ചിക്കൽ കേട്ടിട്ടുണ്ട്. അതൊക്കെ അതിജീവിച്ചോട് നിൽക്കുമ്പോഴുള്ള ഫീലുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഇവിടെ ഇനി കുറച്ച് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാൻ ഇവിടെ. ഇവിടെ നിന്ന് പോവാൻ തോന്നണല്ലേ. നമുക്ക് എന്തായാലും അങ്ങോട്ട് കയറിയിട്ട് വരാം കേട്ടോ. അതിനുള്ള ഉള്ളിൽ ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് വരെ യൂസ് ചെയ്തിട്ട് ഓഫ് ചെയ്യാം. സഭാമണ്ഡപമാണ്, സഭാമണ്ഡപം. നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങി ഇപ്പോൾ നിന്ന് കറങ്ങാട്ട. ടെ 1892 വിവേകാനന്ദ സ്വാമി വന്നിട്ട് മെഡിറ്റേഷൻ ചെയ്ത സ്ഥലം കേട്ടോ അത്. 1892 ലാസ്റ്റോട് കൂടി എന്നാ പറയാ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോവാ. ഇനിയും കന്യാകുമാരിയിൽ കുറേ സാധനം കാണാനുണ്ട്. സൺറൈസ് കാണാൻ പറ്റില്ല, പിന്നെ എന്തായാലും മെയിനായിട്ട് സൺസെറ്റ് കാണണം. ഇതിനുള്ള കേട്ടോ റെയിൻ വാട്ടർ റിസർവോയർ ആട്ടാ. റെയിൻ വാട്ടർ മീനൊക്കെ ഉണ്ട്. റെയിൻ വാട്ടർ റിസർവോയർ നമ്പർ 1 കപ്പാസിറ്റി 90,000 ഗാലൺസ്. തിരിച്ചു പോകട്ടോ. അസ്തമയം കാണണം, അതിന് വേണ്ടി പോവാ. നല്ല കാറ്റാ. വിസിറ്റ് അവർ ക്യാമ്പസ് വിവേകാനന്ദപുരം ഫോർ അക്കോമഡേഷൻ. ഓക്കെ, നൈസ് സ്ഥലം. വരെ നമുക്ക് ആൾക്കാരുണ്ട്. പേരെന്താ? സഞ്ജയ്. കൊൽക്കത്തയിൽ നിന്ന് സഞ്ജയിൻ്റെ മന്ദിരം കിട്ടിയിട്ട് നൈസ് കമ്പനി ആയിരുന്നു കേട്ടോ. വൈബ് തന്നെ ആയിരുന്നു. അപ്പോൾ പൊളിയ. ആൾക്ക് 2 പേർക്കും ഹിന്ദി അറിയില്ല. അല്ല, എനിക്ക് ഹിന്ദി അറിയില്ല, അവർക്ക് 2 പേർക്കും മലയാളം അറിയില്ല. എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിച്ച് അവർന്ന് ഇവിടെ വരെ കമ്പനി അടിച്ച് നിൽക്കായിരുന്നു. എന്താ പറഞ്ഞത് എനിക്കറിയില്ല, അവർക്കും അറിയില്ല. വൈബ് തന്നെ ആയിരുന്നു. പക്ഷേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചിറങ്ങി കഴിഞ്ഞ് പോവാ. ചെമരത് ബേ ഓഫ് ബംഗാൾ. ഇത് അറേബ്യൻ സീ.
രണ്ടും കൂടി നടുവിൽ കമ്പോസ് ഉണ്ട്. രണ്ടും കൂടി കൊണ്ട് ചേർന്ന സ്ഥലം നൈസായി. എന്തായാലും ഞാനൊരു ട്രാവൽ ടൂറിസ്റ്റ് സാറിനെ കണ്ടു, ഇവിടുത്തെ ഓഫീസറെ കണ്ടു. അപ്പോൾ ആള് പറഞ്ഞെന്താണിത്, ഭയങ്കര ഇഷ്ടമായത്. ആള് നൈസാട്ടോ, ആള് നന്നായിട്ട് പറഞ്ഞ്. ആള് നൈസായിട്ട് പറഞ്ഞു തന്നു കേട്ടോ അവിടുത്തെ കാര്യങ്ങൾ. ആള് എന്താവശ്യം ഉണ്ടെങ്കിൽ യാത്ര വിളിച്ചോളാൻ പറഞ്ഞിട്ട്. പൊളി വൈബ് ഇവിടെ. അച്ഛന്മാരെ സൺസെറ്റ് ഇവിടെ ഇന്ന് കാണാൻ പറ്റില്ല ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റില്ല. മറ്റേ ഇപ്പം നമ്മൾ വന്ന റൂട്ടില്ല, അവിടെ പോയാലേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നമുക്ക് മൂടിയിരിക്കും. രാവിലെയും സൺറൈസും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നാളെ ലോക്ക്ഡൗൺ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് നമ്മളിനി പോവാം. ഇവിടെ എടുത്ത് മൊത്തം പിടിച്ചിരിക്കുന്ന പരിപാടി. വേറെ പണിയൊന്നുമില്ല അറിയുന്നത്. രാത്രിനെ ഒരുങ്ങുന്ന നൈസ് ഫുഡ് കണ്ടിരിക്കുക. മച്ചന്മാരെ കണ്ടില്ലേ, നൈസ് വൈബല്ലേ, നൈസാട്ടെ, നൈസ് പൊളി വൈബ്. അവിടെ പോയി ഇരിക്കാം കുറേ നേരം. അവിടെ പോവാളെ വഴി നോട്ടേട്ടോ. വേറെ ഒന്നും ചിന്തിക്കാല്ലോ, ഇവിടെ ഇരിക്കുക. എന്ത് രസാ. ഒരു അബദ്ധം പറ്റി, സെൽഫി സ്റ്റിക്കിലാണ് ചെയ്തേക്കണേ. മൈക്ക് ഇന്റേണൽ എക്സ്റ്റേണൽ മൈക്കാക്കി. അപ്പോൾ ശബ്ദം നേരത്തെ വീഡിയോക്കൊന്നുമില്ല, വീട്ടിൽ പോയിട്ട് ഇരുന്ന് കയറ്റണം. എനിക്ക് കാണാൻ ശബ്ദം ഉണ്ടാവും, ഞാൻ വോയിസ് റെക്കോർഡ് വെച്ച് കയറ്റും. എന്തായാലും നൈസുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ, പൊളി വൈബ്, നൈസ് സ്പോട്ടോ. ലാസ്റ്റ് എൻഡ് ഓഫ് ദി ഇന്ത്യ, കന്യാകുമാരി. മച്ചന്മാരെ ലൈറ്റ് ഇട്ടപ്പോൾ അവിടുത്തെ ഭംഗി കണ്ട, നൈസായില്ല ലൈറ്റ് ഇട്ടപ്പോൾ. ഇവിടുന്ന് കാണാൻ ഭംഗിയുണ്ട്, ഫോണിൽ ലൈറ്റിന് കാരണം മരി കാണാത്ത വൈബൈ. നാളെ സൺറൈസ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. സൺറൈസ് ഒന്നും കണ്ട ഒരു രക്ഷയില്ലാത്ത ഇതായി ട്രിപ്പായി. പ്രത്യേക വൈബന്നല്ലായിട്ടിപ്പോ മച്ചന്മാരെ ഞാൻ ഇങ്ങനെ വഴിയിൽ പോയി പോകേണ്ടതാട്ടോ. ഇവിടെ താമസിക്കാൻ നടക്കുന്നവരാട്ടോ. അവരുടെ ഹാപ്പിനെസ് കണ്ട. അവരുടെ സന്തോഷാണിത്. അവർക്ക് വേറൊന്നും ചെയ്യാല്ല, അവരിന്ന് കളിക്കുക. ഇവിടെ താമസിക്കുന്ന പോലെ തന്നെ അവിടെ അവരുടെ ഹാപ്പിനെസ് ആണത്. അപ്പോൾ വച്ചാൽ വരെ ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടത്. ഞാൻ കേരളത്തിലെ കാസർഗോഡ് നിന്ന് ഇറങ്ങി, കെ എസ് സ്റ്റേഷനോട് നിന്ന് ഇറങ്ങിയിട്ട് പാലക്കാടും പത്തനംതിട്ട ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലയും കയറി
മിക്ക നല്ല സ്ഥലങ്ങളും കണ്ട് ഇപ്പോൾ ഇന്ന് കന്യാകുമാരിയിൽ നിൽക്കണം. ഇന്ത്യയുടെ ഏറ്റവും ഒറ്റടുത്ത് അടിയിൽ നിന്ന് പറഞ്ഞ സ്ഥലം എൻ്റെ ലക്ഷ്യസ്ഥാനം. 1300 കിലോമീറ്റർ ഞാൻ നടന്നു. കുറേ ദിവസമുള്ളത് പട്ടിണിയായിട്ട് നിന്നുണ്ട്. ബസ് സ്റ്റോപ്പിൽ കറന്നു, കൂടുതലും ബസ് സ്റ്റോപ്പിൽ കറന്നുണ്ട്, കടവരാതിൻ്റെ ഫ്രണ്ടിൽ കറന്നുണ്ട്. രാവിലെയൊക്കെ 4 മണിക്ക് എണിച്ച് പോകേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അതിജീവിച്ച് ഞങ്ങളിപ്പോൾ കന്യാകുമാരി നിൽക്കണേ. ഈ സമയത്ത് അച്ഛന് ഭയങ്കരമായിട്ട് മിസ് ചെയ്യണം കേട്ടോ. അതുണ്ടായിരുന്നു പ്രത്യേക ഹാപ്പിനെസ് തന്നെയാണ്. അപ്പോൾ ഇനി നാളെ രാവിലെ 10 മണിക്ക് വരുന്ന 10 മണി ട്രെയിൻ ഞാൻ വീട്ടിൽ പോവും, നേരെ തൃശ്ശൂർ. എന്താ പറയണ്ടേന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ ഈ യാത്ര ഇവിടെ വെച്ച് അവസാനിക്കില്ല. ഇത് വേറൊരു യാത്രയ്ക്കുള്ള തുടക്കമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഇനി പറഞ്ഞാൽ അടുത്ത ട്രിപ്പ് ലഡാക്കാണ് പ്ലാൻ ചെയ്യണത്. അത് 2 മാസത്തിന് ശേഷം വാക്സിൻ ഫസ്റ്റ് ഡോസിലേ കഴിഞ്ഞിട്ടുള്ളൂ. സെക്കൻഡ് ഡോസും കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ ലഡാക്ക്. അപ്പോൾ ഇനി ഇവിടുന്ന് നാളെ വീട്ടിൽ പോയി അവിടുത്തെ നമ്മൾ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ടാവും. എന്തായാലും ട്രാവലിംഗ് വീഡിയോ ഒരിക്കലും അവസാനിക്കില്ല. നിങ്ങളെന്തായാലും സപ്പോർട്ട് ചെയ്യാം. ഇനി നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് വേണ്ടത്. എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സമയത്ത് അച്ഛൻ ഒരുപാട് മിസ് ചെയ്യണം. ഗുഡ് നൈറ്റ് പറയാം. അപ്പോൾ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം. ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റേ സെറ്റ് ആക്കിയിട്ടുണ്ട്. അവിടെ പോയി കിടന്നിട്ട് നാളെ രാവിലെ 10 മണി ട്രെയിന് പോകും. നാളെ രാവിലെ സൺറൈസ് കാണുന്നുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ നാളെ ലോക്ക്ഡൗൺ 2 ദിവസം, അപ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും പൊളിക്കാം. പിന്നെ എന്തായാലും ഞാൻ അവിടെ നിന്ന് പോവാം. അപ്പോൾ എല്ലാവർക്കും കൂടെ നിന്നതിനും സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് നന്ദി. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്. അച്ഛാമര അവിടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയേട്ടാ. ഇവിടെ നമ്മുടെ മലയാളി പൊളിയല്ലേ. അപ്പോൾ ചേട്ടന്മാർ ഇവിടെ വന്നത് ചേട്ടന്മാരോട് വന്നത്. അപ്പൊ ഞങ്ങള് ഹോട്ടലിൽ കയറി മലയാളം സംസാരിച്ചതാ. അപ്പൊ അവരുടെ കൂടെ സ്റ്റേ ഞങ്ങള് കോഴിക്കോട് വന്നാ കണ്ടുകൂട്ടി. അപ്പൊ ഞങ്ങളുടെ കൂടെ കുട്ടിയേക്കാതെ അല്ല, പൊളി തന്നെയാണ്, മലയാളി പൊളിയാണ്. ഇതൊക്കെയാണ് പൊളി തന്നെയാണ് മലയാളി എപ്പോഴും പൊളിയാണ്. പിന്നെ ഒരു പ്രാവശ്യം കേട്ടോ ഞങ്ങള് റൂമിലേക്കാണ് പോകുന്നത്. റൂമിലേക്ക് വരുന്നു. ആശാനെ നാളെ ഞങ്ങള് തൃശ്ശൂര് വീണ്ടും എത്തിച്ചു കൊടുക്കുന്നതാണ്. ഒരുപാട് കാലമായി ഇതേപോലെ ഒരാളെ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആഗ്രഹമുണ്ട് ഇതുപോലെ ഒരാൾക്കാരെ നേരിട്ട് കാണണമെന്ന്. അതെന്തായാലും ഇന്ന് ജീവിതത്തിൽ സന്തോഷമായി. മൈ ബ്രോ അടിപൊളി. അപ്പോ ഇപ്പൊ റൂമിൽ പോവാ. ഒന്ന് വിളിക്കാം, നമ്മളൊന്ന് ഒരുമിച്ച്. എടാ നീ പൊളിക്കണല്ലോ. അല്ല പൊളിക്കാൻ കൊച്ചമലയിൽ ഇവിടെ ആട്ടാ ഹോട്ടല്. ഈ റൂം 2 റൂമാണ് അവരുടെ. അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവാണ്. റൂമിൽ കിടന്നു. അവിടെ റൂമിൽ നിന്ന് വീഡിയോ എടുക്കേണ്ടത്. അപ്പോൾ നാളെ രാവിലെ ഇവിടെ കിടന്നിട്ട് രാവിലെ സൂര്യോദയം കാണാൻ പോകണം. ഓർക്കത് എനിക്കൊന്നും അറിയില്ല. പറ്റുകയാണെങ്കിൽ ഞാൻ രാവിലെ സൂര്യോദയം കാണും. എന്നിട്ട് 10 മണിക്ക് ഇവിടെ ഒന്ന് തന്നെ ഫ്രഷ് ആയിട്ട് 10 മണിയാകുമ്പോൾ പോകാനുള്ള പരിപാടി. എന്തായാലും സപ്പോർട്ട് ചെയ്ത് നന്ദി. യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗുഡ് നൈറ്റ്.